പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 18 ബുധൻ. റോമാലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. വലിയ നോമ്പിൻ്റെ ഈ 3-ാം ദിവസത്തിൽ നാം ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉണർത്തുന്ന മഹത്തായ ഒരു വചനമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ഈ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല. മനുഷ്യരുടെ ലോകം പലവിധ വ്യത്യാസങ്ങളും പക്ഷപാതങ്ങളും നിറഞ്ഞതായിരിക്കുമ്പോൾ ദൈവം മനുഷ്യനെ പുറത്തുള്ള രൂപത്താലോ സമ്പത്താലോ സ്ഥാനത്താലോ അല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ സത്യസന്ധതയാലും വിശ്വാസത്താലും നീതിയാലുമാണ് വിലയിരുത്തുന്നത്. യഹൂദനും മറ്റുള്ളവരും, സമ്പന്നനും ദരിദ്രനും, വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും എന്നിങ്ങനെ നാം പലവിധത്തിൽ ആളുകളെ വേർതിരിച്ചാലും ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെയാണ്. പാപം ചെയ്താൽ ശിക്ഷയും ഒരുപോലെ അനുഭവിക്കേണ്ടതായിട്ട് വരും. നീതിയിൽ നടന്നാൽ അനുഗ്രഹവും ഒരുപോലെ ലഭിക്കും. അതുകൊണ്ട് രക്ഷ ഒരു കുടുംബ പാരമ്പര്യത്തിൻ്റെ അവകാശമല്ല, മറിച്ച് വ്യക്തിപരമായ മാനസാന്തരത്തിൻ്റെ ഫലമാണ്. വലിയ നോമ്പ് നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെയും ആത്മപരിശോധനയുടെയും സമയമാണ്. ദൈവം പക്ഷപാതമില്ലാത്തവനാണെങ്കിൽ നാം മറ്റുള്ളവരുടെ പക്ഷപാതം കാണിക്കാതെ സ്നേഹത്തിലും കരുണയിലും ജീവിക്കേണ്ടതുണ്ട്. നാം ആരെയും അവഗണിക്കാതെ എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളായി കാണണം. നാം വിധിക്കാതെ ക്ഷമിക്കാനും വെറുക്കാതെ സ്നേഹിക്കാനും പഠിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഈ സത്യത്തിൻ്റെ വലിയ ഉദാഹരണമാണ്. കാരണം യേശു പാപികളോടും ദരിദ്രരോടും രോഗികളോടും സമൂഹം തള്ളിപ്പറഞ്ഞവരോടും ഒരുപോലെ സ്നേഹം കാണിച്ചു. യേശു എല്ലാവരെയും രക്ഷിക്കുവാൻ തൻ്റെ ജീവനെ തന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാരായ നാം അവൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് വിനയത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുകയും നമ്മുടെ ഹൃദയം പരിശോധിക്കുകയും ചെയ്യണം. നമ്മുടെ അഹങ്കാരവും വിദ്വേഷവും മാറ്റി സ്നേഹവും നീതിയും കരുണയും നിറഞ്ഞതായ ജീവിതം നയിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്. അതിനാൽ ദൈവം മുഖപക്ഷമില്ലാത്തവനാണെന്ന സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ച് എല്ലാവരോടും സമത്വത്തിലും സ്നേഹത്തിലും നടക്കുവാൻ നാം പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, പക്ഷപാതമില്ലാത്ത നിന്റെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശുദ്ധമായ ഹൃദയവും സ്നേഹപൂർണമായ മനസ്സും ഞങ്ങൾക്ക് നൽകണമേ. ഈ നോമ്പുകാലത്ത് നിന്റെ ഇഷ്ടത്തിൽ നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.